ഹലോ ചങ്ങായിമാരെ, എന്താടാ നോക്കട്ടെ വട്ടോക്കട്ടെ 1 2 3 4 5 6 മൊത്തത്തിലൊരു സുഖല്ലേ? ഉണ്ടോ? സുഖമായി വരുന്നല്ലേ? ഓനൊക്കെ നേരെ വിളിച്ച് നീപ്പിച്ച് കുളിപ്പിച്ച് നേരെ വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ദോശ ഞാനറിയാതെ എന്റെ പെണ്ണുങ്ങളോട് വന്ന് ഉണ്ടാക്കി പോയെന്നൊരു സംശയം. ദോശ നൈസായിട്ടാണ് പാളിക്കണേ. ആ ഗ്യാപ്പിലും കുറച്ച് പപ്പായാണ് കയറ്റി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിഡിലെ സ്പോട്ടിന് ഇറങ്ങിയിട്ട് കൊണ്ടുപോയതാണ് ഇങ്ങോട്ട്. ഇതിനെ കൂടി കണ്ടിട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അത് കണ്ടത്. അടക്കപ്പായം കണ്ട് നമുക്ക് ആളാളുന്നുള്ളതുകൊണ്ട് നമ്മൾ അയിമന്ന് പിടി വലിയും കൂടി വെക്കും. എന്റെ നീണ്ട പ്രായത്തിന് ശേഷം അവസാനം വന്നുകൊണ്ട് ഭാവന നടത്തുന്നത്. അതിന് ഉച്ചയായപ്പോൾ നമ്മളാട് കയറി. എന്തിന് തിന്നാനേ? ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു, കൂടെ ചിക്കൻ പൊരിച്ചത്. എന്ത് കഴിച്ചാലും ഒരു വിത്തൗട്ട് ഓറഞ്ച് ആയിട്ടില്ല നമുക്ക് സമാധാനം. ഇത് നമ്മൾ അടുത്ത സ്റ്റാക്ക് പോയത് ഈ റിസോർട്ട് കാണാൻ. കാണുമ്പോൾ തന്നെ രോമാഞ്ചുള്ള റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽക്കണ്ടിങ്ങാണ് കിട്ടി. അതിലുള്ള എന്ത് സാധനം ആരും വന്നാൽ നമ്മൾ ഇവനെ കൂടെ കുടിപ്പിച്ചില്ല. അവിടെ പേര് നാളൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ റൂമിക്ക്. വരെ കസ്റ്റമർ സർവീസ് പറഞ്ഞാൽ ഒരു എടുത്ത് പറയേണ്ട സംഭവമാണ്. കസ്റ്റമർ സർവീസ് നമുക്ക് ഇഷ്ടമായിക്കണം. അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇജാതി റൂം റിസോർട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോളൂ സൂപ്പർ പ്ലാനിക്ക്. ഇത് കഴിഞ്ഞ് 4 മണി ചായ ടൈം ആയപ്പോൾ നമ്മൾ നേരെ പോയി റെസ്റ്റോറന്റ്. അവിടെ ഐറ്റംസ് ട്രൈ ചെയ്ത് കണ്ട് നമ്മൾ അഡ്വഞ്ചർ ട്രൈ ചെയ്യാൻ മായ സമയക്കുള്ള മനസ്സിലായി നമ്മൾ നേരെ വണ്ടി റൂമിൽ തന്നെ. അവന്റെ എഡിറ്റിംഗ് കണ്ടില്ല, ഇതാണ് കണ്ടോളി. കളിക്കാൻ പലതരം കളികളും പുറത്ത്. അത് കഴിഞ്ഞ ഡിന്നർ സമയപ്പോൾ നമ്മൾ പിന്നെയും വിട്ടാൻ കേട്ടോ. ലൈവ് മ്യൂസിക് ഇട്ട് തിന്നാളൊരു വൈബ് പോലെ അവിടെ ഉണ്ടാക്കി. ഓരോന്നോരോന്ന് ഓപ്പണായി കാണിച്ചാൽ നമുക്ക് സബൂറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ പെറുക്കി എടുത്തുകൊണ്ട് നമ്മളെ പരിപാടിയാണ് തുടങ്ങി. ഡെസേർട്ട് പുറത്ത് തന്നെ ഷെഫിനെ ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ അതൊന്നും പോയി ട്രൈ ചെയ്തു. പൊളി സാധനം.